എന്തിട്ട് പരിപാടി മക്കളെ, ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ ഋഷിയേഷില് ഒരു 4 ദിവസം 5-ാമത്തെ ദിവസമായി സ്റ്റെക്കാണ് ഇവിടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് ഞാൻ ഗംഭീര മഴയാണ്, ഒറ്റയ്ക്കും പോകാനും പറ്റില്ല. അപ്പം എങ്ങോട്ടെങ്കിലും പോകാമെന്ന് ചോദിച്ചിട്ട് അലറക്കം വെച്ചിട്ട് എനിക്കും നോക്കുമ്പോൾ മഴ. അപ്പോൾ വീണ്ടും കിടന്നുറങ്ങും, വേറെ പ്രത്യേകിച്ചൊരു പരിപാടിയില്ല. അങ്ങനെ ഇപ്പോൾ സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 6:30 അപ്പം എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. വെറുതെ ബോറടിച്ച് തുടങ്ങി. മുകളിലൊക്കെ കണ്ടില്ലേ കോട, ഫുള്ള് ഗംഭീര കോടയാണ്. അങ്ങനെ ഉച്ചവരെ മഴ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങി എഡിറ്റിങ് ഇതന്നെ, പ്രത്യേകിച്ചൊരു പരിപാടിയില്ല. മോളിക്ക് പറഞ്ഞ മോളിക്ക് പോലും നടക്കില്ല എന്ന് പറയണ സീനാണ്. മഴ ഗംഭീര സീനാണ്. അപ്പം ഇനി ഒന്നുമില്ലെങ്കിൽ നാളെ എല്ലാ അടിക്ക് ഇറങ്ങുക. ഡെറാഡൂണൊക്കെ ഉണ്ടല്ലോ സ്ഥലം, ഒന്നും അവിടേക്ക് പോവുക, അല്ലെങ്കിൽ നേരെ UP കൂടിയിട്ട് നേരെ വിടുക അടിക്ക്. അങ്ങനെ ആഗ്ര വഴി പിടിക്കാന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ഉണ്ട് ഇപ്പോൾ ചെറുതായിട്ട്. ഉറപ്പായിട്ടൊന്നുമില്ല, നോക്കി നോക്കട്ടെ. എന്തായാലും കിട്ടണ പോലെ ചെയ്യാൻ കഴിയുന്നത് നോക്കിയാൽ അതിനൊക്കെ നോക്കി എന്ത് പോലിപ്പോലെ പൊത കെട്ടിപ്പിടിച്ച് കിടന്നാൽ നല്ല സുഖം ഉണ്ടാവൂലേ. പൊതപ്പൊന്നും വേണ്ട. അങ്ങനെയാണ് പരിപാടികൾ മക്കളെ, ഒന്നും പറയണ്ട. കാലുമ്പത്തെ വേനക്കൊന്നും സെറ്റായിട്ട് അത് കാരണം സുഖമാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളെടുത്ത് ഇറങ്ങാനുള്ള മൂട് പോയി. ഇപ്പോൾ നടന്നിറങ്ങാൻ നിങ്ങൾക്ക് സുഖമാണ്, കൂട്ടി വയ്ക്കേണ്ടൊന്നും ചെയ്യണ്ട. അങ്ങനെ അപ്പോൾ നാളെ കാലത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ കാലത്തിറങ്ങൽ കുറച്ച് നേരം വൈകിട്ടാക്കാം. എന്തായാലും നാളെ വിടണം, അല്ലാണ്ട് നിന്നിട്ട് കാര്യമില്ല. പോസ്റ്റൊന്നും ഇവിടെ വെറുതെ ഉണ്ടായിരുന്നു വെച്ചിട്ട് നിൽക്കുക. അങ്ങനെ വെറുതെ അടിക്കിറങ്ങി, എന്തായാലും അടിക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും ഗംഗ ആരതിയൊക്കെ നടക്കണം. ആ ഭാഗത്തേക്ക് തന്നെ വന്നു. മഴ തുടങ്ങിയിട്ട് മക്കളെ, ഞാനിവിടെ അന്ന് വരുമ്പോൾ ഉണ്ടായിരുന്ന വെള്ളപ്പത്തെ വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ നോക്കി നോക്കിയൊന്ന് അന്നത്തെ കണ്ടവർക്ക് ശരിക്കും അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഒരുമാതിരി നല്ല നല്ല പടപടക്കുണ്ട്, വെള്ളമൊക്കെ കയറി മോളിക്ക്. അങ്ങനെ ഇതിപ്പോൾ മഴ കൊണ്ടു തുടങ്ങിയ കാരണം മെല്ലെ എവിടെയെങ്കിലും മഴ കിട്ടാത്തവർക്ക് കയറിയിരിക്കുക. അത് ഭാഗമുള്ള അല്ലാണ്ട് വേറെ ഭാഗമൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ പരിപാടി. ഇവിടെയൊക്കെ കുറേ ഇതെന്തിനാ മനസ്സിലായി, പാത്രങ്ങൾ ഗംഗാ വെള്ളം എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളവർക്ക്. പല പല രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ കയറി കിട്ടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ രാജ്യത്തുള്ള ആളുണ്ട്. പുറമെ നോക്കുമ്പോൾ അധികാരം ഇല്ല വിചാരിക്കും, പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് വരുന്നെങ്കിൽ അറിയുള്ളൂ നിറച്ച ആൾക്കാരുണ്ടെന്നുള്ളത്. അങ്ങനെ കുറച്ചേരം ഇവിടെ ഇരിക്കാൻ. മഴ മാറുന്നാൽ എവിടെയും സൈഡായിരിക്കട്ടെ. മുകളിലൊക്കെ ഉണ്ടല്ലേ ഫുള്ള് കോടിറങ്ങിയിട്ട് ഗംഗാരതി പോലത്തെ അവിടെ നടക്കണമെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഉണ്ട്, പിന്നെ അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. 2 സ്ഥലത്താണ് ഉള്ളത് മെയിനായിട്ട്. അങ്ങനെ എന്തായാലും മഴ മാറുന്നവരെ അവിടെ എനിക്ക് കയറിയിരിക്കട്ടെ. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു മക്കളെ, ഒരു രക്ഷയില്ലേ. മഴ മാറിയിട്ട് പറഞ്ഞല്ലോ എന്ത് മഴ എന്ന് പറയാം. റോഡൊക്കെ നനഞ്ഞ് പിണ്ടി പരിപാടി കിടക്കണേ. ഇനി വീണ്ടും ഈ കുന്ന് കയറണം. ഗംഗാരതി കാണാൻ വിചാരിച്ച് പോയതാ. മഴ 5 കളി. 8 മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം. അങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കണ്ടക്കാട് വലിയ കാടാട്ടാ, പുലിയൊക്കെ ഉണ്ടാവും. എന്ത് പുലിയാന്ന് മാത്രം അറിയില്ല. കാരണം അതിൽ കൂടെ ഒക്കെ വണ്ടി പോകണുണ്ടോ. അങ്ങനെ അപ്പുറം മോളിക്ക് കയറണം ഇനി. അയ്യോ മക്കളെ സീനാണ്. നാളെ കാലത്തായാലും എന്തായാലും മഴ പോയതില്ലെങ്കിൽ കഴിഞ്ഞിട്ട് പോകണം, അല്ലെങ്കിൽ മഴ മാറുന്നവരെ വെയിറ്റില്ല വരും. നോക്കട്ടെ എന്തായാലും. അയ്യോ സീനാണ് സീന്. ഇതൊക്കെ എന്തിട്ടത്, എന്തൊക്കെ സാധനങ്ങൾ. വണ്ടിയോട് കുറേ കേട്ടോ, കാരണം പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അല്ല ഇന്നലെ 10:30 നേരത്തെ ഉണ്ടാവുന്നുള്ള അപ്പോൾ ഇതേപോലെ വണ്ടികളുണ്ട്. അയ്യോ ഉണ്ടല്ലോ ഇവിടെ മുകളിൽ കയറി വരുമ്പോൾ ആകെ ഒരു പെട്രോൾ പമ്പാട്ടാ. ഇത് കഴിഞ്ഞ് പെട്രോൾ പമ്പുണ്ടോന്ന് ഞാൻ കണ്ടില്ല, ഉണ്ടോയെന്ന് അറിയില്ല. കുറച്ചധികം കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. 4 കിലോമീറ്റർ ഉണ്ട്. അത് കയറ്റായിരുന്നു ഭയങ്കര സീനാ. ഞാനേ മെല്ലെ വല്ല വണ്ടിക്ക് ലിഫ്റ്റ് കാണിച്ച് നോക്കട്ടെ കേട്ടോ. ലിഫ്റ്റ് കിട്ടോ നോക്കട്ടെ. ആരും നിർത്തണില്ല. ഇതാണ് മക്കളെ, ഒരാൾ നിർത്തണില്ല. എന്താ ചെയ്യുക. അടുത്ത മക്കളെ ഒരാൾ നിർത്തി.
हैं? हाँ तपोवन, थैंक यू भाई। आपका नाम क्या है? अमरेंद्र। अमरेंद्र, ओके। मेरा नाम रजित है। हाँ मैं केरला से आया साइकिल पे। हाँ तो मॉर्निंग में मैं इधर से निकले। इधर प्लान ही नहीं है आज ना, रात में प्लान करने का। ये ऊपर से नहीं चलेगा, ये थोड़ा बारिश का प्रॉब्लम है। ये नीचे जाने का यूपी। इधर ब्ला ब्ला हॉस्टल है। हाँ ये मलयाली सेवियर का। मेरा घर इधर ही है। आपका घर? हाँ इधर। वेरी शॉर्ट ना। हाँ ये उधर से देखने के बड़ा है। ये वाला हॉस्पिटल है, गवर्नमेंट हॉस्पिटल है। हाँ तपोवन। क्यों? ज़्यादा ट्रैफिक है। हाँ आज तो काम है थोड़ा सा। अभी तो काम है थोड़ा ना, बारिश की वजह से। हाँ बढ़िया था। स्टार्ट हो गया ना, अब रेनिंग स्टार्ट हो गया ना। हाँ थोड़ा अब लास्ट है ये। हाँ लास्ट है। 2 डेज लास्ट। हाँ ये कल बारिश नहीं है। हाँ कल भी बारिश होगा। 2 मिनट को मैं यहाँ से नीचे जाऊँ। ഓക്കെ ബൈ, താങ്ക് യു. ഓക്കെ ബൈ. നമുക്ക് ലിസ്റ്റ് കിട്ടി, ഭാഗ്യമുണ്ട്. ശരിക്കും മറ്റേ ഹിച്ചേക്ക് ചെയ്യുന്ന പോലെ നല്ല പരിപാടി കേട്ടോ. എന്താ ഇതേപോലെ കിട്ടി കഴിഞ്ഞ് ഇത്ര ദൂരം പെട്ടെന്ന് എത്തിയില്ലേ. എനിക്ക് വരേണ്ട സ്ഥലത്തേക്ക് ഞാൻ ഇപ്പോൾ എത്തി. ടപ്പേ ടപ്പേ നല്ല പരിപാടി കഴിഞ്ഞിട്ടില്ലേ. അങ്ങനെ ഇത് വഴിയും പോവാം, നമുക്ക് അപ്പുറത്തെ വഴിയും പോവാം. കാരണം ഈ വഴി കയറി നോക്കാം. അപ്പുറത്തെ വഴി എപ്പോഴും പോണതല്ലേ. അങ്ങനെ മക്കളെ മഴയൊക്കെ നനഞ്ഞ് പിണ്ടി 88 റൂമിൽ വന്ന് എത്തി. നിലത്ത് കിടക്കുക, മേത്തൊക്കെ നനഞ്ഞായിരുന്നു. ഒന്നും പറയണ്ട കേട്ടോ. അങ്ങനെയാണ് പരിപാടി. ഇനി നാളെ കാലത്ത് മഴ പെയ്തില്ലെങ്കിൽ നാളെ കാലത്ത് അപ്പം ഞാൻ പോവും. വേറെ വർത്താനില്ല. ഇനി 6 ദിവസമായി, 7ാമത്തെ ദിവസമാണ് ആവാൻ പോണേ. എത്ര ദിവസമായി എന്ന് വെച്ചിട്ട് ഇവിടെ പട്ടിലോക്ക് പെട്ടു ഞാൻ. ഒരു പരിപാടിയില്ല. 3 ദിവസം എന്തായാലും 3 ദിവസം കിടന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വന്നപ്പോൾ 2 ദിവസം തന്നെ 3 ദിവസം തന്നെ കാലുമ്പോൾ സീനാടുന്നു. കാലി സീനായിട്ട് അങ്ങനെ പറയണ്ട മക്കളുടെ കാര്യങ്ങളൊന്നും. ഇപ്പോൾ നാളെ എന്തായാലും ഒരു മുട്ടി കൊടുക്കും. ഞാൻ സൈക്കിൾ മേട്ടുള്ള പ്ലാസ്റ്റിക് കവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ റെയിൻ കോട്ട് ഒരെണ്ണുണ്ട്. പിന്നെ ബേഗം പറഞ്ഞൊരു കവർ ഒരെണ്ണുണ്ട്. അതന്നെ. പിന്നെ കുറച്ച് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കിട്ടണോടത്ത് പോവുക, കിട്ടണ കിലോമീറ്റർ പോവുക. നേരെ ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡിക്ക് UP ഇറങ്ങുക. ഒന്നും ആഗ്ര പോവും, അല്ലെങ്കിൽ നേരെ ലക്നൗ കൂടിയിട്ട് നേരെ വാരണാസി. അത് ഇറങ്ങിയിട്ട് പ്ലാൻ ചെയ്യണല്ലോ. ആഗ്രയ്ക്ക് പോയിട്ട് വലിയ താല്പര്യമില്ല. എന്താ വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ആഗ്രയ്ക്ക് എന്ന് പറഞ്ഞാൽ UP ഈ അറ്റത്ത് വെച്ചാൽ വാരണാസി എന്ന് പറഞ്ഞാൽ അറ്റത്താണ്. അതാണ് പ്രശ്നം. ഈ അറ്റത്തേക്ക് പോയിട്ട് പിന്നെ അറ്റത്തേക്ക് പോകണം, അതും ചടങ്ങാണ്. അപ്പോൾ അതാണ് വാരണാസി ഞാൻ പോയിട്ടുള്ളത്. പക്ഷേ അങ്ങനത്തെ സ്ഥലങ്ങളെ കുറച്ചും കൂടി വൈപ്പ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ആകെ രണ്ടോടത്ത് തിരക്കുണ്ടാവും. പക്ഷേ എന്ന് പറഞ്ഞാൽ മറ്റേന്ന് പറഞ്ഞാൽ കാണുക ഇറങ്ങി. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ വാരണാസിലാകുമ്പോൾ ഒരു 10 ദിവസം നിന്നാലും കുഴപ്പമില്ല. അങ്ങനത്തെ ആംബിയൻസ് സ്പിരിച്വൽ ആയിട്ടുള്ളതല്ലേ, നല്ലതാണ്. കിടപ്പന അത് കാരണം കുഴപ്പമില്ല. അപ്പം ശരി മക്കളെ, ഞാൻ പോയി കിടന്നു നോക്കട്ടെ, അടുത്ത പരിപാടി പിടിക്കട്ടെ. അപ്പം ബൈ, ഗുഡ് നൈറ്റ്.